പേരുണ്ടായിരുന്നു, പക്ഷെ ജീവനുള്ള ഒരു കർത്താവിനെ രുചിച്ചറിഞ്ഞു വേദനയ്ക്കകത്തൂടെ. പറഞ്ഞാട്ടെ ബ്രദറെ. അതിനുശേഷം ഞാൻ കർത്താവിലേക്ക് കൂടുതൽ അടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ കോട്ടയത്ത് വന്നു, ഞാൻ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ ഇങ്ങനെ കേട്ടു, യേശു എന്തൊക്കെ അനുഭവിച്ചോ അതൊന്നും നീ അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയാ കർത്താവ് അത് ചെയ്തതെന്ന്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. വായിക്കുന്ന സമയത്ത് അവിടെ പറയുക, യേശു അവസാനത്തുള്ളി രക്തം വരെയും ഒഴുക്കിയത് നിനക്ക് വേണ്ടിയാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്തിനു വേണ്ടി എന്റെ ശരീരത്തിൽ നിന്ന് ഈ രക്തം ഒഴുക്കേണ്ടതായിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, പിന്നെ ഞാൻ എന്റെ ശരീരത്തിൽ നിന്ന് എന്തിന് രക്തം എടുക്കുന്നു? യേശു എനിക്ക് വേണ്ടിയാ ചെയ്തെങ്കിൽ ഇന്നു മുതൽ ഇനി എന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം പോലും ഒഴുകാൻ പാടില്ലെന്ന് അത് പറഞ്ഞു. ഇങ്ങനെ ഈ വിശ്വാസത്തിന്റെ വാക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ അവസ്ഥ മാറാൻ തുടങ്ങി. ഞാൻ ഓരോ ചുവടെടുത്ത് മുന്നോട്ട് വെക്കാൻ തുടങ്ങി. അനേകരോട് ഇത് പറയാൻ തുടങ്ങി. പറയുന്നതിനനുസരിച്ച്, ഓരോരുത്തരോടും ഇത് പറയുന്നതിനനുസരിച്ച് ഉണ്ട്. തീർച്ചയായിട്ടും എനിക്ക് അതുപോലെ വേദന ഒന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ആ പറയുന്ന അവസ്ഥയിലും എന്റെ അവസ്ഥ മാറിക്കൊണ്ടായിരുന്നു ഓരോ നിമിഷവും. എനിക്കറിയാം അത് വ്യക്തമായിട്ട്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ നിൽക്കുമ്പോൾ പണ്ടത്തെ സമയത്ത് 1 മിനിറ്റ് അല്ല 10 മിനിറ്റ് പോലും എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. നിന്നിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 2 മാസം ഞാൻ കട്ടിലല്ലായിരിക്കും. സ്തോത്രം. ഒരു കാര്യം പറയട്ടെ, കോട്ടയത്ത് നിന്ന് എന്റെ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് ഇദ്ദേഹം വന്ന് ഈ ആലുവ വരെ. ഒരു ഹീമോഫീലിയ രോഗിയും വണ്ടി ഓടിക്കില്ല. സ്തോത്രം. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ബ്രദറെ ഓടിക്കാം. എന്റെ ബ്രദറെ, ഇവിടോ ഞാൻ കിലോമീറ്ററുകളായി ഓടിക്കുന്നത്, എന്റെ ശരീരത്തിൽ രോഗമില്ല എന്ന് പറഞ്ഞ് എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഒന്ന് പറഞ്ഞാട്ടെ ബ്രദറെ. അതിനുശേഷം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം എന്റെ ശരീരം പല ഷേവ് ചെയ്യുമ്പോഴൊക്കെ മുറിയാറുണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും ബ്ലഡ് സാധാരണ ഒരാൾക്ക് വരുന്ന ആ രീതിയിൽ ബ്ലഡ് വന്ന് അവിടെ നിന്ന് ക്ലോട്ടായി പോകത്തുള്ളായിരുന്നു. ആ അവസ്ഥയിലേക്ക് കർത്താവ് മാറ്റി. എന്നിട്ടും ഞാൻ അവിടുന്ന് വീണ്ടും ഓരോരുത്തരോട് പറയാൻ തുടങ്ങി. ആ പറയുന്ന അവസ്ഥ മുന്നോട്ട് പോകും തോറും എൻ്റെ കാലും കൈകളും ഒക്കെ ബലപ്പെടാൻ തുടങ്ങി. ഞാൻ പൂർണ്ണ സൗഖ്യത്തിലേക്ക് ഞാൻ കടന്നു വന്നു. പല പ്രാവശ്യവും എൻ്റെ ദേശക്കാർ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തിരിച്ചു വരുമെന്നുള്ള യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. കാരണം 26 വർഷമായിട്ട് കല്ലറ ഒരുക്കി തന്നെ ഞാൻ കാത്തിരുന്നത്. ഞാൻ കണ്ടുകൊണ്ടിരുന്നതും ആ കല്ലറ മാത്രമാണ്. പക്ഷെ 2000 ഞാൻ കണ്ടെത്തിയത് കല്ലറകളെ ഭേദിച്ച യേശുവിനെയാ. അതുകൊണ്ട് ഞാൻ മരിക്കത്തില്ലെന്നുള്ള ബോധ്യം എന്റെ ജീവിതത്തിലുണ്ടായി. ആമേൻ. ഞാൻ ആ കല്ലറ കണ്ടു. പക്ഷെ കല്ലറയിൽ ഉയർത്തെഴുന്നേറ്റവനെ ഞാൻ 2000 കണ്ടെത്തിയത്. അതുവരെ കല്ലറയിൽ പോയവനെ കണ്ടത്. ഞാനും കല്ലറ നോക്കിയിരിക്കുകയായിരുന്നു, എന്നാ എന്റെ കല്ലറ ഒരുങ്ങുന്നതെന്ന് നോക്കി. പക്ഷെ അന്ന് കണ്ടെത്തിയ യേശു ആ കല്ലറയിൽ നിന്ന് തന്നെ അത് ഭേദിച്ച് വെളിയിൽ കൊണ്ടുവന്നു. എനിക്കിനി മരണമില്ലെന്നുള്ളൊരു ബോധ്യമുണ്ടായി. ഞാൻ വിളിച്ചു പറയാൻ തുടങ്ങി, ഇല്ല, ഞാൻ ഇനി മരിക്കത്തില്ല. എന്റെ ആയുഷ്കാലം ഒക്കെയും എന്റെ യേശുവിനെ ഞാൻ പ്രകീർത്തിക്കുമെന്ന്. മരിക്കയില്ല, ഞാൻ ജീവനോടിരിക്കും, കർത്താവിന്റെ പ്രവർത്തികളെ വർണ്ണിക്കും. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന് കർത്താവിന്റെ പ്രവർത്തികളെ വർണ്ണിക്കും. ഈ കൂടെ പറയാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന് കർത്താവിന്റെ പ്രവർത്തികളെ വർണ്ണിക്കും. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന് കർത്താവിന്റെ പ്രവർത്തികളെ വർണ്ണിക്കും. ഇപ്പൊ ആലുവായിൽ നിന്ന് വർണ്ണിക്കാൻ ഇവിടെയാക്കിയോ ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന രോഗികൾ, ഈ കേട്ടോണ്ടിരിക്കുന്ന രോഗികൾ, ടെലിവിഷനിൽ തന്നെ കേട്ടോണ്ടിരിക്കുന്ന രോഗികൾ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ആന്റിൻ ബ്രദർ ഇന്ന് ആലുവായിൽ നിന്ന് ഞാൻ മരിക്കയില്ല, ജീവനോടിരുന്ന കർത്താവിന്റെ പ്രവർത്തികളെ വർണ്ണിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ആ കട്ടിലിൽ തളർന്നു കിടക്കുന്ന നിങ്ങളുടെ സമയമായത്. നിങ്ങളും ചാടി എഴുന്നേക്കണം. നിങ്ങളും പറയണം, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന് കർത്താവിന്റെ പ്രവർത്തികളെ വർണ്ണിക്കും. യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. Thank you, Jesus. അതിനുശേഷം ഓരോ ദിവസവും എൻ്റെ അവസ്ഥ മാറാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ 91-ാമത്തെ സങ്കീർത്തനം ഇങ്ങനെ വായിക്കാനിടയായി. എൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക, ദീർഘായുസ് കൊണ്ട് ഞാൻ നിന്നെ തൃപ്തി വരുത്തുമെന്ന്. അപ്പോൾ കർത്താവിന്റെ പ്രവൃത്തി വർണ്ണിക്കുമെന്ന് മാത്രമല്ല, നിനക്ക് ഞാൻ ദീർഘായുസ് കൂടി നൽകി തരുമെന്ന വചനം എഴുതി വെച്ചിരിക്കുക. എനിക്ക് സ്വന്തമായ ഡ്രൈവർ ഉണ്ടായിരുന്നു എൻ്റെ വാഹനത്തിന്. വെച്ചാൽ എപ്പോഴും ആവശ്യമുണ്ട്, എപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് അറിയത്തില്ല. ആ സമയത്ത് ഓടി പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. 2003 കാലഘട്ടമായപ്പോഴത്തേനും ഞാൻ പതുക്കെ നടക്കാൻ തുടങ്ങി. നടക്കുന്ന ശേഷം ഞാൻ പതുക്കെ വാഹനം ഓടിക്കാൻ തുടങ്ങി. ഞാനപ്പം പറഞ്ഞു, വീട്ടിൽ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി എനിക്ക് ഇനി ഡ്രൈവർ വേണ്ട. അപ്പൊ അമ്മച്ചി ചോദിച്ചു, നിനക്ക് ഇത് ഓടിച്ചോണ്ട് നടക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, അമ്മച്ചി, ഞാൻ പറയുന്ന യേശു അവൻ എന്നെ സൗഖ്യമാക്കിയതാ. ഇത് പറയുകയും കട്ടിലിൽ കിടക്കുകയും ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. രണ്ടിലേതെങ്കിലും ഒന്ന് എന്റെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് ആ ഡ്രൈവറെ എന്നേക്കുമായി ഞാൻ മാറ്റാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, ആ 2003 മുതൽ ഈ 2011 വരെ ഞാൻ എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഞാൻ ഇന്ന് ഓടിക്കാറുണ്ട്. 300, 400, 500 കിലോമീറ്റർ വരെ വണ്ടി ഓടിക്കാറുണ്ട്. എന്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കി കഴിഞ്ഞതാ. ഒരു ദിവസം ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് എന്നെ സ്ഥിരം നോക്കുന്ന മുണ്ടക്കയം ഹോസ്പിറ്റലിലെ ജോർജ്
മാത്യു MLA യുടെ അനിയൻ KM മാത്യു എന്ന് പറഞ്ഞ ഡോക്ടർ KM മാത്യു ആണ് എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ആ ഡോക്ടർ എതിർവശത്ത് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഞാൻ എൻ്റെ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. അതിനുശേഷം ഞാൻ ആ ഹോസ്പിറ്റലിൽ 2000 വരെ സ്ഥിരമായിട്ട് കിടന്ന ഹോസ്പിറ്റലിൽ ഞാൻ ഇപ്പോൾ ചെല്ലുന്നത് മറ്റുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഹല്ലേലൂയ. ഞാനൊരു ദിവസം ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഡോക്ടർ എൻ്റെ നേരെ അങ്ങ് വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇപ്പോൾ ആന്റിനെ കാണാനില്ലല്ലോ, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലാണോ പോകുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ ഒരു ഡോക്ടറെ കണ്ടെത്തി, അവന്റെ പേര് യേശു എന്നാ, അവൻ എന്നെ സൗഖ്യമാക്കിയെന്ന് ആ ഡോക്ടറോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് വിശ്വസിക്കാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ആന്റിൻ, നീ വാഹനം ഓടിച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നല്ലോ, നിന്റെ അവസ്ഥ നിനക്കറിയാമല്ലോ, ചെറിയൊരു ആക്സിഡന്റ് പോലും ഉണ്ടായാൽ ഈ ഭൂമിയിൽ നീ മാറ്റപ്പെട്ടു പോകത്തില്ലേ? ഞാൻ ഡോക്ടറോട് പറഞ്ഞത് ഞാൻ സൗഖ്യമായെന്നാ. സൗഖ്യമായെങ്കിൽ പിന്നെ ഡോക്ടറെ എനിക്ക് വാഹനം ഓടിക്കുന്നതിന് എന്താ കുഴപ്പം? അതുകൊണ്ട് ആ ഡോക്ടർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. പക്ഷെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഓരോ പ്രാവശ്യവും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ അബ്രഹാം പിതാവിന് 100 വർഷം വരെ അത് കാത്തു കഴിക്കേണ്ടി വന്നു. പക്ഷെ നമ്മൾ മക്കളാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് യേശുവിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ കിടക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല, സൗഖ്യമായെന്നാ ഞാൻ പറഞ്ഞത്. ഇനി കട്ടിലിൽ കിടന്നാൽ എനിക്കല്ല എന്റെ പേര് പോകുന്നത്, എന്റെ യേശുവിന്റെ പേരാ പോകുന്നത്. അതിനുശേഷം ഞാൻ ഒരു അടുത്തതായിട്ട് പോയത് പാമ്പനാർ എന്ന സ്ഥലത്താണ്. അവിടെ ഹൈറേഞ്ച് തന്നെ, ഹൈറേഞ്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടെ ഒരു 5 പേരുമായിട്ട് ചെറിയൊരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് 300 പേർക്ക് മേളിലായിട്ട് ഒറ്റ മാസം കൊണ്ട് അത് വർദ്ധിക്കാൻ ഇടയായി തീർന്നു. അവിടെയും ഈ ഹൗസ് വിസിറ്റിംഗ് ചെയ്യുന്നത് വലിയ മലവഴി കയറിയ. അതിനുശേഷം അവിടുന്ന് വീണ്ടും എന്നെ അയച്ചത് കുമിളിയിലേക്ക്. കുമിളിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ബ്രദറുമായിട്ട് മിനിങ്ങാന്ന് രാത്രി ഷെയർ ചെയ്തപ്പോൾ ഞാൻ പറയുകയായിരുന്നു, ഒരു മല, അവിടെ അതിന്റെ ആ മലയുടെ മുകളിൽ നിന്ന് 5 വീട്ടുകാർ കുമിളി ചർച്ചിൽ വരുമായിരുന്നു. അവരുടെ വീട്ടിൽ ആരും ഇതുവരെ അത്രയും മുകളിൽ കയറേണ്ടതുകൊണ്ട് ആരും ഹൗസ് വിസിറ്റ് ചെയ്തിട്ടില്ല. ഞാനവിടെ പോയി അന്ന് സഭയുടെ ചാർജ് എടുത്തതിന് ശേഷം ഇത് ലിസ്റ്റെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ അവരിത് പറഞ്ഞു, ഈ 5 വീട്ടിൽ ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ലെന്ന്. എന്നാൽ ഞാൻ പറഞ്ഞു, അവിടെ നമുക്ക് പോകണം. അപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഒരു നമുക്കിങ്ങനെ കാലിങ്ങനെ ചേർത്ത് വെക്കുന്ന ഈ വഴിയുടെ വലിപ്പമുള്ളൂ, അതിങ്ങനെ കുത്ത് കയറ്റോ കിടക്കുന്നത്. അതായത് ഈ നമ്മുടെ തൂമ്പായം കൊണ്ട് ഇങ്ങനെ മണ്ണ് വെട്ടി വെച്ചിരിക്കുക. ഓരോ സ്റ്റെപ്പ് അതേ ചവിട്ടി വേണം മേളോട്ട് കയറാൻ. കാല് തെന്നിയാൽ 1000 അടി താഴോട്ടാണ് വന്ന് വീഴുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞത്, എങ്ങനെ ബ്രദർ കയറും? ഞാൻ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ആ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് ഞാൻ ഓരോ ചൂടും മേളിൽ കയറി. ഞാൻ അങ്ങ് മുകളിൽ ചെന്നപ്പോൾ എന്റെ കൂട്ടത്തിൽ വന്ന പൂർണ്ണ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ നടക്കുന്ന സഹോദരന്മാർ പകുതി വഴി പോലും ആയിട്ടില്ല. കർത്താവിന്റെ അത്ഭുതത്തിനായി നമുക്ക് കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഞാൻ അവിടുന്ന് ഏറ്റവും മുകളിൽ ചെന്നിട്ട് താഴോട്ട് നോക്കിയപ്പോഴത്തേനും ആ ഭീകരത എനിക്ക് മനസ്സിലായത്. 1000-1500 അടി താഴ്ചയാ ഞാൻ അവിടുന്ന് കയറി വന്നത്. ഇവിടെ എന്നോട് ചോദിച്ചു, ഇപ്പം ബ്രദറിന് യാതൊരു പ്രശ്നങ്ങളും ഒരു പ്രശ്നം ഈ 11 വർഷമായിട്ട് കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യം. ഇന്ന് വരെ ഞാൻ ഒരു ഹോസ്പിറ്റലിലും എനിക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടില്ല. ബ്ലീഡിംഗ് ഒന്നുമില്ല. ഇല്ല. ഇത് സംബന്ധിച്ച് ഒരു മരുന്നുമില്ല. മറ്റേത് സ്റ്റോക്ക് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. ഈ ഫാക്ടർ 8 എന്ന് പറഞ്ഞ ആന്റി ഹിമോഫിലി ഫാക്ടർ എപ്പോഴും വീട്ടിൽ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ട്. ഏത് നിമിഷം എപ്പോഴും വേണ്ടി വരും. എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ഈ 11 വർഷമായിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല, അങ്ങനെ ഒരു സാധനം വാങ്ങിച്ചിട്ടുമില്ല. ഹീമോഫിലിയ ഇല്ല. അത്ഭുത സൗഖ്യത്തിനായി കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ബ്രദറെ, അപ്പം ബ്രദറെ എടുത്ത സൗഖ്യം വിശ്വാസത്താൽ അല്ലേ? വിശ്വാസം കണ്ടില്ലെങ്കിലും അത് ലഭിച്ചതായിട്ട് ഏറ്റെടുത്തു. അതെ. അതിനെ കുറിച്ച് ഇവരോടൊന്ന് പറയാം, ഒരു വാക്ക് ഒന്ന് പറഞ്ഞു. ഞാൻ തളർന്നു കിടന്ന അവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെട്ട് ശൂന്യമായ കിടന്നത്. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്, ആശയ്ക്ക് വിരോധമായി ആശയോടെ അവൻ വിശ്വസിച്ചു എന്ന്. അതെ, എനിക്ക് ആശിക്കാൻ യാതൊരു മാർഗവുമില്ല. മെഡിക്കൽ സയൻസ് തള്ളി, ചാർച്ചക്കാർ തള്ളി, ബന്ധുമിത്രാദികൾ തള്ളി, മരണത്തെ കാത്തു കിടക്കുന്ന സമയത്തും ഞാൻ വാഹനം ഡ്രൈവ് ചെയ്യുന്ന കാണാൻ തുടങ്ങി. ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണാൻ തുടങ്ങി. ഭാവനയിൽ കാണുമായിരുന്നു, മരണക്കിടക്കയിൽ കിടക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആശയ്ക്ക് വിരോധമായി. ആമേൻ. എന്നതാ കണ്ടോണ്ടിരിക്കുന്നത്. ഇന്ന് മൈക്ക് പിടിച്ച് ആലുവ പട്ടണത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അന്ന് അത് കണ്ടതുകൊണ്ട് തന്നെയാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ കാണാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ പോകുകയാണ്. തളർന്നു കിടക്കുന്ന വ്യക്തികളോടൊന്ന് സംസാരിച്ച ടിവിയിലൂടെ, ഇന്ന് തളർന്നു കിടക്കുന്ന വ്യക്തിയാണോ? ഇന്ന് തളർന്നു കിടക്കാൻ വേണ്ടി അല്ല കർത്താവ് വിളിച്ചത്. കർത്താവിന്റെ പദ്ധതി നിന്നെ സൗഖ്യമാക്കുവാൻ വേണ്ടി തന്നെയാണ്. ഹല്ലേലൂയ. ഇന്ന് നീ തളർന്ന് കിടക്കേണ്ടവനല്ല. കർത്താവ് അവൻ അവസാനത്തുള്ളി രക്തം വരെയും ഒഴുക്കിയത് നിങ്ങൾക്കും കൂടി വേണ്ടിയാ. ഹല്ലേലൂയ. എങ്കിൽ ഇന്ന് ഞാൻ പറയട്ടെ, ഇന്ന് ഈ സമയത്ത് തന്നെ നിന്റെ ജീവിതത്തിൽ സൗഖ്യം നടക്കുക, നിന്റെ ശരീരത്തിൽ സൗഖ്യം നടക്കുക, നിന്റെ ശരീരത്തിൽ ബലം ഉളവാകിയ ഇന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ആരുണ്ടോ അവരുടെ മേൽ ഈ സമയത്ത് തന്നെ അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. ഈ സാക്ഷ്യം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് the same power that healed him is going to heal you also. കർത്താവ് എന്നെ സൗഖ്യമാക്കി,
ഇന്ന് വരെയും കർത്താവിന് വേണ്ടി രാജ്യങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ബെന്നി ബ്രദറിൻ്റെ മകൻ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവനായി ജനിച്ചെങ്കിൽ ഇന്ന് കാഴ്ചയോടെ 8ാം ക്ലാസ്സിൽ പഠിക്കാറായിരിക്കാം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നവനും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനുമായ ദൈവം. അബ്രഹാമിനെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്, താൻ വിശ്വാസത്തിന്, താൻ കാഴ്ചയിലല്ല വിശ്വാസത്താൽ നടക്കുമ്പോൾ താൻ ദൈവത്തിൽ വിശ്വസിച്ചു. സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെയാണ് ദാവീദ് പറയുന്നത്, ഞാൻ പർവ്വതത്തിലേക്ക് എൻ്റെ കണ്ണുകൾ ഉയർത്തി. അവിടുന്ന് സഹായം വന്നിട്ട് വരുമെന്ന് വിചാരിച്ച കണ്ണിൽ പർവ്വതത്തിലേക്ക് ഉയർത്തിയത്. പിന്നീട് തനിക്ക് സുബോധം വീണിട്ട് പറയുന്നത്, എന്നാൽ എൻ്റെ സഹായമോ ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച എൻ്റെ കർത്താവിൽ നിന്നോ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്ന കർത്താവ്. ടുഡേ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതേ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ബിലീവ് ഹി ക്യാൻ ക്രിയേറ്റ്. ഇന്ന് അവയങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഡോക്ടർമാർ ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ഡോക്ടർമാരെ ഞാൻ താഴ്ത്തി കെട്ടുകയല്ല. മെഡിക്കൽ സയൻസ് ഈസ് എ സയൻസ് വിച്ച് ഹാസ് ഹെൽപ്പ് ഹ്യൂമാനിറ്റി. എൻ്റെ 3 കുഞ്ഞുങ്ങളും ഹോസ്പിറ്റലിലാണ് ഉണ്ടായത്. എന്നാൽ ദർ ഇസ് എ സ്റ്റേജ് വെയർ ഡോക്ടേഴ്സ് സേ ഐ കനോട്ട് ഡു ഇറ്റ്. അവിടെ ഇന്ന് കർത്താവ് രാത്രി അത്ഭുതം പ്രവർത്തിക്കും. പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്നവർ അസാധ്യതയുടെ മധ്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഞങ്ങൾ വിളിക്കുക. യേശുവിൻ്റെ നാമത്തിൽ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതം ഉണ്ടാകട്ടെ. ക്യാൻസറുകൾ മാറട്ടെ. മരണത്തെ മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ശരീരത്തെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ക്യാൻസർ, എയ്ഡ്സ്, വിവാഹത്തിൽ തകർക്കപ്പെട്ട് തീർന്നുപോയി എന്ന് പറയുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും പുനരുദ്ധാന ശക്തി അവരെ എഴുന്നേൽപ്പിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ വലിയ അത്ഭുതങ്ങൾ ഭവനങ്ങളിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ let there be a great healing in Jesus name. യേശുവിൻ്റെ നാമത്തിൽ let there be whole and be healing in Jesus name I pray. Amen. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Bless you. എൻ്റെ പേര് സാം. എൻ്റെ വീട് അയ്മനത്താണ്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കാലൊരു പാട് പോലെ വന്നു. ആ പാട് മാറാൻ വേണ്ടി ഞാൻ ഒത്തിരി മരുന്ന് കഴിക്കുന്നതോറും എൻ്റെ ശരീരം അത് വ്രണമായി. എൻ്റെ ശരീരം, എൻ്റെ മുഖമൊഴിച്ച് എൻ്റെ ശരീരം മൊത്തം പഴുത്ത് അളിഞ്ഞ് എനിക്കൊരു വസ്ത്രം പോലും എടുക്കാൻ മേലാത്ത അവസ്ഥയിലായിരുന്നു. ഒരു കൊല്ലം എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റി. എനിക്ക് എൻ്റെ പഠിത്തം മുടങ്ങി. എൻ്റെ വീടിനകത്ത് എൻ്റെ വാഴയിലേക്കകത്താണ് എന്നെ ഇവിടെ കടത്തിയിരുന്നു. അതുപോലെ എനിക്ക് വസ്ത്രം എൻ്റെ ദേഹത്ത് ഇടാൻ പറ്റത്തില്ല. വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ ആ പഴുപ്പ് കാരണം എൻ്റെ ദേഹത്ത് ഒട്ടിപ്പിടിക്കുക. അത് കാരണം വസ്ത്രം പോലും ഇല്ലാതെ വാഴയിലേക്കകത്താണ് എന്നെ കടത്തി. ആ സമയത്ത് എൻ്റെ ദേഹം മൊത്തം ഉറുമ്പായിരിക്കും. എൻ്റെ മച്ചിന്ന് എലി ഇതിൻ്റെ മണം കേട്ട് എലി വരെ ഇറങ്ങി വന്ന അവസ്ഥയുണ്ടായിരുന്നു. എൻ്റെ അമ്മ എൻ്റെ അടുത്ത് നിന്ന് എല്ലാം ഇങ്ങനെ ഓടിച്ച് കഴുകിക്കളയുന്നു. ഞങ്ങൾ പത്രത്തിലെ വാർത്തയാണ് 20 ഉപവാസ പ്രാർത്ഥനയ്ക്കാണ് 2002 കോട്ടയം സ്വർഗ്ഗവരുന്ന നാമ്പറത്ത് നടന്ന മീറ്റിങ്ങിലാണ് ആദ്യമായി കടന്നു വരുന്നത്. ഞാൻ അവിടെ കടന്നു വരുമ്പോൾ തോമസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്ത് ഞാനും എൻ്റെ വല്യമ്മച്ചിയും കൂടെ തോമസ് വീട്ടിൻ്റെ അടുക്ക് ചെന്നു. ആ സമയത്ത് തോമസ് വീട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തോമസ് വീട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയത്ത് ഞാൻ അപ്പോൾ തന്നെ അവിടെ നിലത്ത് വീണു. ആ സമയത്ത് അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന സമയത്ത് എൻ്റെ ദേഹത്തെ പൂർണ്ണമായും ആ പഴുപ്പെല്ലാം പൂർണ്ണമായും മാറി. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം നോക്കാത്ത എൻ്റെ ദേഹത്ത് ഒരു പാട് പോലും ഇല്ല. പൂർണ്ണമായി എന്നെ സൗഖ്യമാക്കി എൻ്റെ യേശു. 2002 എന്നെ യേശു എന്നെ സൗഖ്യമാക്കി. 9 കൊല്ലമായിട്ടും എനിക്ക് ഇതുവരെയായിട്ട് ആ അസുഖത്തിനെ ഒരു ഇതും എൻ്റെ ശരീരത്തിലില്ല. എൻ്റെ വിദ്യാഭ്യാസം എന്നെ അനുഗ്രഹിച്ചു, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. എല്ലാവരും ഞാൻ മുഖേന എന്നെ ഒത്തിരി പേരെ എനിക്ക് യേശുവിലേക്ക് നടത്തുവാൻ കാരണം എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചു. ഒത്തിരി മരുന്ന് കഴിച്ചു. എൻ്റെ ഡോക്ടർമാർ എന്നെ ഉപേക്ഷിച്ചു. ഇത് ആരും കണ്ടുപിടിച്ചു, എൻ്റെ രോഗം എന്താണെന്ന് ആരും കണ്ടുപിടിച്ചിട്ടില്ല. ആ അവസ്ഥയെ എൻ്റെ യേശു എന്നെ പിടിവിച്ചു. ഇനിയുള്ള ജീവിതം എൻ്റെ യേശുവിന് വേണ്ടി മാത്രമായിരിക്കും. യേശു എൻ്റെ ജീവിതത്തിൽ രക്ഷകനാണ്, എല്ലാമാണ് എൻ്റെ യേശുവിൻ്റെ ജീവിതത്തിൽ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പാലക്കാട്ട്